എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാക്കിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലും മെയിൻലി ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നിങ്ങളൊരു പ്രോ ഹാക്കറാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ കോൾ വിളിക്കുമ്പോൾ ഇപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സൈബർ കുറ്റവാളികളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ OTP ഷെയർ ചെയ്ത് അതങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അലർട്ട് നമുക്ക് കേൾക്കാവുന്നതാണ് കോൾ വിളിക്കുമ്പോൾ. അപ്പോൾ ഇതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2024 സൈബർ അറ്റാക്കുകൾ വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2025 അതിനേക്കാൾ കൂടുതലായിട്ട് വരും എന്നാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു അവയർനെസ് എന്ന രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് ഒരു അലേർട്ടായിട്ട് നമുക്ക് കോളിന് മുന്നേയായിട്ട് അങ്ങനെ ഗവൺമെൻറ് അലേർട്ടായിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാസ് ഹാക്കർമാരുടെ കയ്യിലെത്തുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഡിസംബർ മാസത്തിൽ എനിക്കൊരു ലിങ്ക് ഫോർവേഡ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ KFC നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഓഫറിൽ അങ്ങനെ ചിക്കൻ എന്തോ ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞ ലിങ്കാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ ആ ലിങ്കിൽ കയറി നോക്കിയില്ല, എനിക്കറിയാവുന്ന കാരണം ഞാനത് നമ്മുടെ കാലി ലിനക്സ്, നിങ്ങൾക്ക് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതാണ് കാലി ലിനക്സ്. ഹാക്കിങ്ങിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് മെയിനായിട്ട് നമുക്ക് വിളിക്കാവുന്ന ഒരു വോയിസാണ്. ഇതുപോലെ 1-2 വോയിസും കൂടി ഉണ്ട്. മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാലി ലിനക്സ് ആണ്. ഇതിനാണ് സപ്പോർട്ടും ടൂൾസും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലിങ്ക് പറഞ്ഞു വന്ന ആ ലിങ്ക് KFC ഫ്രീ കൊടുക്കുന്ന പറഞ്ഞ ആ ലിങ്ക് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് മനസ്സിലായൊരു കാര്യം, KFC ചിക്കൻ കൊടുക്കുന്നത് KFCക്കാരല്ല, അവർ അറിഞ്ഞിട്ടും കൂടി ഇല്ല. KFC കൊടുക്കുന്നത് മുംബൈയിലുള്ളൊരു ഹിന്ദിക്കാരനാണ്. അപ്പോൾ കക്ഷിയുടെ ഡീറ്റെയിൽസും IP-യും അയാളുടെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, അവർ സെറ്റ് ചെയ്തേക്കുന്ന കോഡ് അതിനകത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്ന രീതിയിൽ, അതായത് Gmail അഡ്രസ്സ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്തിരുന്ന രീതിയിലാണ് ആ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളതിൽ തൊട്ട് ഈ ഓഫർ ക്ലെയിം ചെയ്യാനായിട്ട് ഇപ്പോൾ ചിക്കൻ്റെ ഒക്കെ സിമ്പിളൊക്കെ കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ അത് ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് അടിച്ച് സൈൻ ഇൻ ചെയ്ത് കയറാം, അപ്പോൾ നിങ്ങൾക്ക് ഓഫർ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ Gmail ID, നമ്മളുടെ ലൊക്കേഷൻ, അതിൻ്റെ Gmail ID പാസ്വേഡ് എല്ലാ കാര്യങ്ങളും കിട്ടും, അതായത് ഹാക്കറുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അയാൾക്ക് ലോഗിൻ ചെയ്ത് കയറാനും നമ്മുടെ ഡാറ്റാസ്, അതായത് നമ്മുടെ Gmail ID പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ Gmail ID റിക്കവറി ഫോൺ നമ്പർ മാറ്റാൻ പറ്റും, റിക്കവറി മെയിൽ ID മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ റിക്കവറി ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഹാക്കർ മാറ്റിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് നമ്മുടെ മെയിൽ ID കയറാൻ പറ്റില്ല. പിന്നെ ഗൂഗിളിലൊക്കെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി മറ്റു കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്ത് കൊടുത്ത് ഒരു വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും സമയം ഈ നമ്മുടെ മെയിൽ ID ഹാക്കറിൻ്റെ കയ്യിൽ എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരാളുടെ ഫോണിലെ Gmail ID കിട്ടുവാണെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന മെയിൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഫോട്ടോയിൽ സേവ് ആയിട്ടുള്ള ഫോട്ടോസ്. ഈ പെൺപിള്ളേരൊരു പ്രശ്നമുണ്ട്, അവർ കൂടുതലും ID-യും ATM കാർഡും മറ്റു കാര്യങ്ങളെല്ലാം മറന്നു പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ പാസ്വേഡുകൾ ഫോട്ടോ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യും. അതുവഴി നമ്മൾ എന്തൊക്കെ പാസ്വേഡാണ് ഫോട്ടോ കൊടുത്തിട്ടത് ഇതെല്ലാം ഹാക്കറുടെ കയ്യിലെത്തും. കൂടാതെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് അത് ഉപയോഗിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ വരെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഗൂഗിൾ കോണ്ടാക്ട്സിലുള്ള നമ്പറുകൾ അവർക്ക് കിട്ടും. അതുവഴി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും മറ്റും ഈ ഫോട്ടോസ് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താനും അവർക്ക് പറ്റും. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം സൂക്ഷിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.